നമ്മൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പോയി പഠിച്ച് നമ്മൾ ഫ്രഷേഴ്സ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ കമ്പനികളിലേക്ക് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ ഈ കമ്പനികൾ ഹയർ ചെയ്യുമ്പോൾ അവരെന്തൊക്കെ ക്വാളിറ്റീസാണ് നമ്മുടെ ഇത് നോക്കുന്നത് എന്ന് ചിന്തിച്ച് നോക്കാറുണ്ടോ? അത് എപ്പോഴും നമ്മൾ ചിന്തിക്കുക പ്രോഗ്രാമിങ്ങിൻ്റെ ആ സ്കില്ലുണ്ടോ എന്ന്, അത് മാത്രമായിരിക്കും എല്ലാവരും നോക്കുന്നത്. ഇപ്പം കുറേ കൺസെപ്റ്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ പൈത്തൺ ആണെങ്കിൽ ഈഫ്, ഫോർ, ഫങ്ഷൻസ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഇതൊക്കെ പഠിച്ചിട്ട് പോകും. പക്ഷേ ഒരു കമ്പനി ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ടീം വർക്കിന് ഇവൻ പറ്റിയതാണോ, ഇവനെ ആ ടീമിൽ, കാരണം വെച്ചാൽ ഓൾറെഡി ആ കമ്പനിയിൽ ഒരുപാട് മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ആ ടീമിലേക്ക് ഇവനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവനെ ഓക്കെ ആവുമോ, അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവരെ കമ്മ്യൂണിക്കേഷൻ, അവൻ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രോപ്പർലി ആണോ, അവന് പ്രോപ്പറായിട്ട് അവൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതാണ് രണ്ടാമത്തെ. മൂന്നാമത്തെ കാര്യം ബേസിക്സ് നന്നായിട്ട് ഉറച്ചിട്ടുണ്ടോ. അതായത് ഇപ്പോൾ കൺസെപ്റ്റ് ആണെങ്കിൽ തന്നെ വെറുതെ ബൈ ഹാർട്ട് പറയുന്നല്ലാതെ ഈഫ് എന്താണ്, ലൂപ്പ് എന്താണ്, അതിൻ്റെ ബേസിക്സ് അടിയുറച്ച് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ പ്രോബ്ലം സോൾവിങ് സ്കിൽ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ വെറുതെ പ്രോഗ്രാമിംഗ് ചെയ്യാൻ പഠിച്ചിട്ടില്ല, ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കിൽ, അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതി അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ പ്രോബ്ലങ്ങളാക്കി ആ ഓരോ പ്രോബ്ലത്തിനും ഉത്തരം കണ്ടുപിടിച്ച് ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ അവന് പറ്റുന്നുണ്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കമ്പനി ഏറ്റവും കൂടുതൽ നോക്കുന്നത്. അതല്ലാതെ നിങ്ങൾ കുറേ പ്രോഗ്രാം ബൈ ഹാർട്ട് പഠിച്ച് പോയതിനെ കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റ് കിട്ടില്ല. സോ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കും.